അപ്പോൾ ഇന്ന് നമ്മൾ വെശ്ശിലുണ്ടാകുന്നത് ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 കിലോ ചിക്കൻ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു 5 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഞാനിനി അതിനു വേണ്ടി ഒരു 1.5 മുറി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളത് മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടി തേങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ടേക്കുവന്ന്. അതിൻ്റെ കൂടെ 2-3 ഏലക്ക ഇടാം, കുറച്ച് കുരുമുളക്, അതിൻ്റെ ഉപ്പിട്ട് അരയ്ക്കാം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഇടാം. നമുക്ക് മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം. നമ്മളെ ചിക്കൻ കുറുമയ്ക്കുള്ള അടുപ്പ് കത്തിച്ചിരിക്കുകയാണ്. നമുക്ക് അതിലോട്ട് ഉള്ളി വെക്കാം. ഉള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മളെ എണ്ണ ചൂടാട്ടേണ്ട സവാള ഇട്ട് കൊടുക്കാം. തക്കാളി എല്ലാം ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി, ഇതിനാവശ്യമായ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ സവാളയൊക്കെ വാടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് അരച്ചു വെച്ച ആ മസാലയും തേങ്ങയും എല്ലാടെ ചേർക്കാം. വെള്ളം ഒഴിക്കാം. നമുക്ക് അതിനകത്ത് ആ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കാണും നല്ല ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മളെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നമുക്ക് ചപ്പാത്തിയോടെ കഴിക്കാം, പൊറോട്ടയോടെ കഴിക്കാം, ഏത് കൂടെയും കഴിക്കാം. നമുക്ക് അതാണ് ഈ കുറുമയുടെ പ്രത്യേകത. പൊറോട്ടയും ചപ്പാത്തിയും കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് വീട്ടിലൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്തു നോക്കുക. കണ്ട് ഇഷ്ടപ്പെട്ടെന്നാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.